ആ ഒരു റീസൺ കൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം ഈ വർഷം ഡിസേർവിംഗ് ആയൊരു വിന്നർ അല്ല ഞാൻ ഇപ്പോഴും പറയാം. തെളിവുണ്ടോ? ഒരു കമന്റ് കാണിച്ചു തരാൻ പറ്റുമോ? അനുവിന്റെ PR നിങ്ങൾ ഇങ്ങനെ ഉറപ്പിച്ചു പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക്. അപ്പം ബിഗ് ബോസ് ഡ്യൂപ്ലിക്കേറ്റ് ബിഗ് ബോസ് കഴിഞ്ഞിരിക്കുകയാണ്. ഒറിജിനൽ ബിഗ് ബോസ് തുടർന്നുകൊണ്ടേയിരിക്കും. അടുത്തൊരു സീസൺ 8 വരെ ഒറിജിനൽ ബിഗ് ബോസ് കേരളത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കും. ഡ്യൂപ്ലിക്കേറ്റ് ബിഗ് ബോസ് ചെന്നൈയിൽ കഴിഞ്ഞു, ക്ലോസ് ചെയ്തു, ഫിനാലെയും എല്ലാം കഴിഞ്ഞു, പൂട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഒറിജിനൽ ബിഗ് ബോസ് കേരളത്തിൽ ഇനി ഒരു അടുത്ത 8 വരെ, സീസൺ 8 വരെ തുടർന്നുകൊണ്ടേയിരിക്കും. ലാലേട്ടൻ്റെ ദൃശ്യം പോലെ ദൃശ്യം ഇങ്ങനെ ഓരോ പാട്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നില്ലേ, അതേപോലെ സീസൺ 8 സ്റ്റാർട്ട് ചെയ്യുന്നത് വരെ ഈ ഒരു സീസൺ 7 തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പം ആദ്യം തന്നെ ഒരുപാട് ലാഗടിപ്പിക്കുന്നില്ല. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് RJ ബിൻസി കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അതൊന്ന് കേട്ടു നോക്കാം. ബിൻസിയിൽ തുടങ്ങാം. PR നല്ലപോലെ ഹെൽപ്പ് ചെയ്യും, പക്ഷെ നല്ലപോലെ യൂസ് ചെയ്യണം. അനുവിന്റെ PR കുറെ നെഗറ്റീവ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറെ ആൾക്കാരെ കുറിച്ച് നെഗറ്റീവ് കമന്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ടായിരിക്കും എല്ലാവരും ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത്. അനുവിന്റെ PR ആണ് നിങ്ങൾ ഇങ്ങനെ ഉറപ്പിച്ചു പറയുന്നത്. അനുവിന്റെ PR ആണെന്ന് നിങ്ങൾക്ക് എങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റും? നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? ആ ചിരിയിൽ തന്നെ എല്ലാം ഉണ്ട്. ഇതങ്ങോട്ട് ജനങ്ങളിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക, അതാണ് ഉദ്ദേശിച്ചത്. ഇവിടെ ഇപ്പം RJ ബിൻസി പറയുന്നുണ്ട്, അനുവിൻ്റെ PR ആരാണ്ടൊക്കെ എന്തൊക്കെയോ സംഭവിച്ചെന്ന് പറയുന്നുണ്ട്. ആരാണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങിയ കണ്ടസ്റ്റൻസുകൾ, ഈ പറഞ്ഞിട്ടുള്ള പേര് പറയുന്നില്ല, നമുക്കറിയാമല്ലോ. ഇപ്പോൾ പേരിപ്പോൾ ഞാൻ പറഞ്ഞു മടുത്ത്, അതുകൊണ്ട് പറയുന്നില്ല. അപ്പം ഈ പ്രമുഖ താരങ്ങളെ എന്തെങ്കാണ്ടൊക്കെ അനുവിൻ്റെ PRകൾ ചെയ്ത് മോശമായിട്ട് കമൻറ്റ് ചെയ്ത് അങ്ങനെ ചെയ്തെന്നുള്ളൊരു ഒരു വിഷമമാണ് ഈ ബിൻസി ഇപ്പം പറയുന്നത്. അനുവിൻ്റെ PR ആണെന്നുണ്ടെങ്കിൽ തെളിവ് കാണിക്കട്ടെ, തെളിവ് കൊണ്ടുവരട്ടെ. അനുവിൻ്റെ PR ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ട്? ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ അവരെ യുക്തിക്കനുസരിച്ച് അവർ അരിയാഹാരം കഴിക്കുന്ന ജനങ്ങൾക്ക് അവർക്കറിയാം എങ്ങനെ ഏത് സമയത്ത് പ്രതികരിക്കണമെന്ന്. അവരാണ് പ്രതികരിച്ചത്. ഈ അനുവിൻ്റെ PR എന്ന് പറയുന്നത് ഈ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ്. വീട്ടമ്മമാരും കുട്ടികളും എയർപോർട്ടിൽ സ്വീകരിക്കാൻ തന്നെ വന്നപ്പോഴത്തേക്ക് കണ്ടതല്ലേ, എന്തുമാത്രം സ്ത്രീകളും കുട്ടികളുമാണ്, വീട്ടമ്മമാരൊക്കെയാണ് അവിടെ ഉള്ളത് ഏറ്റവും കൂടുതൽ. അപ്പം അവരാണ്, അതല്ല അനു തന്നെ പറയുന്നുണ്ടായിരുന്നു, ഒരുപാട് മെസ്സേജസുകൾ ഈ പറഞ്ഞിട്ടുള്ള കുട്ടികളെയും വീട്ടമ്മമാരെയും അനു തന്നെ അത് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം അനുവിൻ്റെ PR എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തന്നെയാണ്, അല്ലാതെ ഇതുപോലെ തെറി വിളിക്കാൻ മാത്രം അത്ര ടോക്സിക് ആയിട്ടുള്ളൊരു ഫാൻസ് ഈ അനുവിനില്ല. മറ്റുള്ള PR നടത്തി അത്രയും എന്തായാലും ഈ ഒരു ബുള്ളിങ്ങും അത്രയൊന്നും അനുവിൻ്റെ PR ഇനി അനുവിന് PR ഉണ്ടെങ്കിൽ തന്നെ അങ്ങനൊരു ടീംസ് ചെയ്തിട്ടില്ല അല്ലേ. എന്തൊരു ഡീഗ്രേഡിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ടോക്സിക് ആയിട്ടുള്ള കമൻസുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ ഇതൊരു എക്സ്ട്രീം ലെവലിലോട്ടാണ് പോയത് അല്ലേ. അനുവിൻ്റെ PR എന്ന് പറയുന്ന ഇപ്പം ബിനു ഈ പറഞ്ഞിട്ടുള്ള വലിയ സെറ്റപ്പ് ഒന്നും ചെയ്തിട്ടില്ല അല്ലേ. എന്താ ചെയ്തിട്ടുള്ളത്? ഇതൊക്കെ സാധാരണക്കാരായിട്ടുള്ള, ഇനിയിപ്പം ഓക്കെ, ഞാനത് ബിനു കൂടെ പറയുന്നുണ്ട്, അതും കൂടെ കേട്ടിട്ട് ഞാൻ ബാക്കി കാര്യം പറയാം. ഡാമേജ് കൺട്രോൾ ചെയ്യുന്നത് ഒരാൾ, നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്ക് വരുന്ന സ്ത്രീകൾക്കാണ് അല്ലേ. അനുമോൾക്ക് Day 1 തൊട്ട് നിങ്ങൾ സൈബർ അറ്റാക്ക് കാണുന്നതല്ലേ, അല്ലാതെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇപ്പോഴും സൈബർ അറ്റാക്ക് വന്നോണ്ടിരിക്കുന്നത്. അനുമോൾ ടീമും തിരിച്ചും ചെയ്തല്ലോ, തിരിച്ചും ബാക്കി തെളിവുണ്ടോ? ഒരു കമന്റ് കാണിച്ചു തരാൻ പറ്റുമോ? അനുമോളുടെ PR അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് ഒരു കമന്റെങ്കിലും ഒരാളെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന് തെളിവ് കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന പോലെ ചെയ്യാം. അനുമോൾ PR കൊടുത്തിട്ടില്ല. അനുമോൾ PR, നിങ്ങൾ പറ, എന്ത് PR ആണ് അനുമോൾ പറഞ്ഞ വാചകമോ പറയുന്നത്? അനുമോൾ ഉദ്ദേശിച്ചത്, അനുമോൾക്ക് PR നെ പറ്റി കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ. ഒന്നാമത്തെ കാര്യം, അനുമോൾ PR എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? ഈ അക്കൗണ്ട് ഹാൻഡ്ലിങ്ങും അല്ലെങ്കിൽ ഈ വീഡിയോ എഡിറ്റ് ചെയ്തിടുന്നതുമാണ് അനുമോൾ PR എന്ന് വിചാരിച്ചത്. ഇതിന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ PR എന്ന് ഉദ്ദേശിക്കുന്ന PR കൊടുക്കുന്ന എന്തിനാ വെച്ചാൽ ഡാമേജുകൾ അവിടെ അവർക്കുണ്ടാവുന്ന ഈ പറഞ്ഞിട്ടുള്ള ബുള്ളിങ്ങും ഡീഗ്രേഡിങ് ഒക്കെ, അത് സൈബർ അറ്റാക്കൊക്കെ അതിന് നേരിടുമ്പോഴത്തേക്ക് അതിനുള്ളൊരു ഡാമേജ് പരിഹരിക്കുക, അത് വെച്ച് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുക. PR കൊണ്ട് സാധാരണ അതും അങ്ങനെയും ചെയ്യുന്നുണ്ട്. PR കൊണ്ടിട്ട് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുക, ഈ പറഞ്ഞിട്ടുള്ള അവരെ ഷോർട്സും കാര്യങ്ങളും കട്ട് ചെയ്ത് റീൽസാക്കി ഇടുക, അവരെ ഒന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുക. അപ്പോൾ അറിയപ്പെടാത്ത ആൾക്കാരാണെങ്കിൽ അവരെ ഒന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുക, അതാണ് PR കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇവിടെ അനുവിൻ്റെ കാര്യം എടുത്ത് നോക്കുവാണെങ്കിൽ അനുവിന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പുള്ളിക്കാരെ ഓൾറെഡി കേരളത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാവുന്ന സ്റ്റാർ മാജിക് എന്നൊരു പരിപാടി, ഒരു പ്രോഗ്രാമിലൂടെ
അനുവിനെ അറിയാത്ത ആരെങ്കിലും ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിച്ച് പറയാം എല്ലാ ആൾക്കാർക്കും അറിയാം. അനുവിനെ അറിയാത്തതായിട്ടുള്ള ആരും തന്നെ ഇല്ല. ഇനി ആരെങ്കിലും അറിയത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കള്ളമാണെന്ന് തന്നെ പറയാം. കാരണം കൊറോണ സമയത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു പ്രവാസികളാണ് ഈ ഒരു സ്റ്റാർ മാജിക്കിൻ്റെ ആരാധകരെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നുന്നില്ല, 100% ഉറപ്പ് തന്നെയാണ്. പ്രവാസികളാണ് ഈ ഒരു ഷോ ഏറ്റെടുത്തിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ഹൃദയത്തിലേക്ക്. ആ സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഒരു മനസ്സിനൊരു ഒരു സന്തോഷം തരുന്നൊരു, മനസ്സിനൊക്കെ ഒരു റീഫ്രഷിങ്, മൈൻഡൊക്കെ ഒന്ന് റീഫ്രഷ് തന്നൊരു ഷോ ആയിരുന്നു ഈ സ്റ്റാർ മാജിക്. അല്ലെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. അതിലൂടെ ഈ തങ്കച്ചനെ ആയിക്കോട്ടെ, ഈ പറഞ്ഞിട്ടുള്ള സുധി തന്നെ ഫേമസ് ആയത് എങ്ങനെയാണ്. ഈ രേണു ഇപ്പം ഫേമസ് ആയി നിൽക്കുന്നതിൻ്റെ ഒരു കാരണം എന്താണ്? സുധി വഴിയാണ് രേണു ഫേമസ് ആയത്. ആ സുധി ഫേമസ് ആയത് എങ്ങനെയാണ്? ഈ ഒരു സ്റ്റാർ മാജിക് കൊണ്ടാണ്. അപ്പോൾ ഈ ഒരു സ്റ്റാർ മാജിക് കൊണ്ട് അനു, അതുപോലെ തങ്കച്ചൻ വിതുര, ഈ പറഞ്ഞിട്ടുള്ള കൊല്ലം സുധി, മറ്റേ അസീസ് നെടുമങ്ങാട്, പിന്നെ ബിനു അടിമാലി, ഇവരൊക്കെ അറിയപ്പെട്ടു തുടങ്ങിയത് ആ ഒരു ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിയത് ഈ ഒരു ഷോ കൊണ്ടാണ്. ലക്ഷ്മി നക്ഷത്ര അല്ലേ? അപ്പോൾ അനുവിന് ഓൾറെഡി പുള്ളിക്കാരിക്ക് അത്യാവശ്യം ജനങ്ങളെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ PR കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അനുവിന് സത്യം പറഞ്ഞാൽ പുള്ളിക്കാരി കാണിച്ചൊരു മണ്ടത്തരമാണ്. ഒരു PR-ൻ്റെയും ആവശ്യം ഇല്ലായിരുന്നു. ഈ PR കൊടുത്തില്ലെങ്കിലും അനു ഇതുപോലെ നല്ല രീതിയിൽ അവിടെ ഈ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ, നല്ല രീതിയിൽ അവിടെ ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ജയിച്ചേനെ. ഇപ്പം ഈ ബിനുവിന് PR ഈ പറഞ്ഞിട്ടുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ട്സുകൾ ഹാൻഡിൽ ചെയ്യാൻ ഇതിനൊക്കെ കൊടുത്തതാണ് ഇപ്പം എനിക്ക് തോന്നുന്നത് പുള്ളിക്കാരിക്ക് അത്രയും നെഗറ്റീവായെന്ന് തോന്നുന്നു. കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു, അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഓൾറെഡി നല്ല റീച്ച്, ഒരു ഫെയിം ഉള്ള ഒരാൾ തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ള അനു അല്ലേ? പിന്നെ എന്തിനാ ഈ ഒരു ഇത് കൊടുത്തത്? ഈ ഡോക്ടർ റോബിൻ ഒന്നും ഒരു ജനങ്ങൾക്കും അറിയാത്തൊരു വ്യക്തിയായിരുന്നു. റോബിൻ എവിടെ PR കൊടുത്തിട്ടുണ്ട്? റോബിൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, PR കൊടുത്തിരുന്നത് ആരെങ്കിലും തെളിവ് കൊണ്ടു തരുവാണെങ്കിൽ അവനിക്ക് 1 കോടി രൂപ കൊടുക്കുമെന്ന് റോബിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റോബിൻ അത്രയും സപ്പോർട്ട് കിട്ടിയത് എങ്ങനെയാണ്? കോൺഫിഡൻസ് ഉണ്ടോ? സ്വന്തമായിട്ട് കഴിവും കോൺഫിഡൻസും ഉണ്ടെന്നുള്ളൊരു വിശ്വാസം ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് ഇനി ഈ PR എന്ന് പറഞ്ഞ് ഇവന്മാർ ഈ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്മാർക്ക് പൈസയ്ക്ക് വേണ്ടിയിട്ട് ഓരോ സീസൺ വരുമ്പോഴത്തേക്കും കുറേ എണ്ണി മേടിക്കാനുള്ള പരിപാടിക്കാണ്. PR ഉണ്ടെങ്കിലേ അവിടെ നിൽക്കാൻ പറ്റൂ, PR ഉണ്ടെങ്കിലേ ഫെയിം ആവാൻ പറ്റൂ, PR ഉണ്ടെങ്കിൽ പബ്ലിക്കിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് പൈസ മേടിക്കാനുള്ള പരിപാടിയാണ്, അല്ലാതെ വേറൊന്നുമല്ല. ഞാൻ അതിനൊരു എക്സാമ്പിളാണ് റോബിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. റോബിൻ അല്ലേ? പിന്നെ അഖിൽ മാരാറിനും PR ഒന്നും ഇല്ലായിരുന്നതാണ് എനിക്ക് തോന്നുന്നത്. പുള്ളി 5ൻ്റെ കൂറ ഇല്ലാതെയാണ് അതിലേക്ക് കയറിപ്പോയിട്ട്. പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു തുണിക്ക് മറുതുണി ഇല്ലാതെ കയറിപ്പോയ ഒരു വ്യക്തിയാണ് അഖിൽ മാരാർ. പിന്നെ പുള്ളിയുടെ എല്ലാ കാര്യത്തിനോടും എനിക്ക് യോജിപ്പൊന്നുമില്ല, ചില കാര്യങ്ങളോട് ഞാൻ യോജിക്കുന്നുണ്ട്. ഇനി റെന ഫാത്തിമ ഒരു വീഡിയോ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത്രയും നാൾ എവിടെ ആയിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് പോലും അറിയത്തില്ല. ഇപ്പം വീണ്ടും കുത്തിയെടുത്തുകൊണ്ട് വന്നേക്കുവാണ്. ഇനി അനു കപ്പടിച്ചതിൻ്റെ അസൂയ കൊണ്ടിട്ടാണോ, ഇനി വേറെ എന്തെങ്കിലും, ഇനി കപ്പ് കിട്ടാത്തതിൻ്റെ നിരാശ കൊണ്ടിട്ട് ഉറങ്ങാൻ പറ്റാത്തതിൻ്റെ പ്രശ്നം കൊണ്ടാണെന്നൊന്നും അറിയത്തില്ല. എന്തായാലും പുള്ളിക്കാരിയും രംഗത്ത് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെയും കൂടെ കുഴപ്പമുള്ളായിരുന്നു. ഇനി വേറെ ആരെങ്കിലും വരാനുണ്ടോ? ഇനി എനിക്ക് തോന്നുന്നു ഇനി ഷാനവാസും അനീഷും ഈ പറഞ്ഞിട്ടുള്ള രേണുസുതി ഇവരൊക്കെ ഉള്ളൂ. ബാക്കി എല്ലാവരും രംഗപ്രവേശനം നടത്തി കഴിഞ്ഞു. എന്തായാലും റെന ഫാത്തിമയും കൂടെ പറയുന്നത് കേട്ടു നോക്കാം. പുള്ളിക്കാരി പറയുന്നത് എനിക്കൊന്നും പുള്ളിക്കാരി വിചാരിക്കുന്നത്, എനിക്ക് തോന്നുന്നു പുള്ളിക്കാരിയൊക്കെ ഡിസർവ് ആയിട്ടുള്ള ഒരു കപ്പ് കിട്ടാൻ അർഹതപ്പെട്ട ആളായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പം കഴിഞ്ഞ സീസണിലും ഈ സീസണിലും അർഹതപ്പെട്ട അല്ലാത്തൊരാളുടെ കയ്യിലാണ് ഈ കപ്പ് പോയിട്ടുള്ളതെന്നാണ് പറയുന്നത്. അതും കൂടെ കേട്ടു നോക്കാം. ണ്ട് ഈ ഞാൻ പറയുന്ന ഈ PR സംഭവം ഉണ്ടല്ലോ, ഈ കമന്റിൽ മാത്രമല്ല PR, അത് നിങ്ങൾ മനസ്സിലാക്കണം. വോട്ട് മറിക്കുന്നത് വരെ ഈ PR-ന്റെ ജോലിയാണ്. ആ ഒരു റീസൺ കൊണ്ട് തന്നെ കഴിഞ്ഞ വർഷവും ഈ വർഷവും ഡിസേർവിംഗ് ആയൊരു വിന്നർ അല്ല ഞാൻ ഇപ്പോഴും പറയാം. ബട്ട് അനീഷേട്ടനെ സപ്പോർട്ട് ചെയ്ത നമ്മൾ തോറ്റുപോയി. വിനുവിന്റെ PR അങ്ങനെ തന്നെ പറയണം. കാരണം വിനു PR ചെയ്താൽ മാത്രം, വിനുവിന് ഏറ്റവും കൂടുതൽ പൈസ കൊടുത്ത് PR ചെയ്താൽ മാത്രമേ ഉള്ളൂ ഒരാള് ബിഗ് ബോസിൽ ഒരു കണ്ടസ്റ്റന്റ് ജയിക്കുക. ആൻഡ് ഐ സ്റ്റാൻഡ് ബൈ ഇറ്റ്. ഞാനത് എപ്പോഴും ഇന്നും അന്നും എന്നും സെയിം അഭിപ്രായം തന്നെയാണ്. എൻ്റെ അഭിപ്രായത്തിന് ഒരു വ്യത്യാസവും ഇല്ല. സത്യം പറയണമെന്ന് തോന്നി. എനിവേസ് ഞാൻ മിണ്ടാതെ നിന്നതുകൊണ്ട് എനിക്ക് കുറേ ഭയങ്കര പോസിറ്റീവ് റെസ്പോൺസസ് ആയിരുന്നു. എൻ്റെ പൊന്ന് റെന ഫാത്തിമയെ, എനിക്ക് തോന്നുന്നു അനിയത്തിയുടെ പ്രായമുള്ളൂ. എൻ്റെ കൊച്ചനിയത്തിയാണ്. അതുകൊണ്ട് എനിക്ക് വിമർശിക്കാൻ വയ്യ. ഇനിയെങ്കിലും മനസ്സിലാക്കും മോളെ, ഇതൊരു റിയാലിറ്റിയാണ്. മക്കൾക്കൊന്നും അവിടെ പോയിട്ട് ഒരു കഴിവില്ലാത്തതിൻ്റെ പേരിൽ അവിടുന്ന് എവിക്റ്റായി വന്നതിന് ശേഷം കഴിവുള്ള ആൾക്കാർ, ഡിസർവിങ് ആയിട്ടുള്ള ആൾക്കാർ
കപ്പടിച്ച് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞിട്ട് വന്ന് മോങ്ങരുത്, റിയാലിറ്റിയാണ്, വിശ്വസിക്കുക. അത് നിങ്ങളത് വിശ്വസിക്കുക. ഇവിടെ ഇപ്പം എന്തുകൊണ്ട് റെന ഫാത്തിമയ്ക്ക് അത്യാവശ്യം ഇൻസ്റ്റയിലായിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ അത്യാവശ്യം 2-3-4 ലക്ഷം ഫോളോവേഴ്സുള്ള ആളാണ്. എന്തുകൊണ്ട് റെന ഫാത്തിമ ഈ ഫോളോവേഴ്സ് സപ്പോർട്ട് ചെയ്തില്ല? ഒരു 2 ലക്ഷം പേര് സപ്പോർട്ട് ചെയ്താൽ മതിയായിരുന്നല്ലോ. എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്തില്ല? അപ്പോൾ ഇതിലൊന്നുമല്ല കാര്യം. അവിടെ ഈ പറഞ്ഞിട്ടുള്ള സർവൈവ് ചെയ്യുന്ന ആൾക്കാർക്ക് അവിടെ കപ്പ് കൊടുക്കാനുള്ളൊരു അർഹത, അവരാണ് ആ കപ്പിനുള്ളൊരു അർഹതപ്പെട്ട ആൾക്കാർ. ഇവിടെ അനുവൊക്കെ നല്ല രീതിയിൽ സർവൈവ് ചെയ്താണ് ഈ ഒരു 100 ദിവസം വരെ വന്നിട്ടുള്ളത്. അത് കാണുന്ന പ്രേക്ഷകർക്കറിയാം. നിങ്ങൾ പറയണ്ട, കാണുന്ന ജനങ്ങൾക്ക്, അരിയാഹാരം കഴിക്കുന്ന ജനങ്ങൾക്ക് അതറിയാം. ജനങ്ങൾ അർഹതപ്പെട്ട ആൾക്ക് തന്നെയാണ് ഈ ഒരു കപ്പ് എടുത്ത് കൊടുത്തിട്ടുള്ളത്. എന്തിനു പറയുന്നത്? ഷാനവാസ് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ അവിടെ എവിക്റ്റായി ഇറങ്ങി വന്നിട്ടുള്ള നെവിൻ പറഞ്ഞിട്ടുണ്ട്, പിന്നെ അക്ബർ വരെ പറഞ്ഞിട്ടുണ്ട്. അവർ ഡിസർവിങ് ആയിട്ടുള്ള ആളായതുകൊണ്ട് അവർക്ക് കപ്പ് കിട്ടി. മറ്റുള്ളവരൊക്കെ കാലം അവർ കുറച്ചുകൂടെ കൂടുതൽ അവർ ഡിസർവിങ് ആയിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് കപ്പ് കിട്ടിയത്. അതാദ്യം മനസ്സിലാക്കുക. ഓക്കെ, അല്ലാതെ കഴിഞ്ഞ വട്ടം കിട്ടിയത് ഒരു മണ്ടന്, ഈ വട്ടം കിട്ടിയൊരു മണ്ടിക്ക് എന്ന് ജനങ്ങളുടെ മുമ്പിൽ ഈ പറഞ്ഞിട്ടുള്ള ഒരു പച്ച കുത്തി കൊടുക്കുന്ന പരിപാടി ചെയ്യാതിരിക്കുക. എന്തായാലും നിങ്ങളെ കോട്ട കഴിഞ്ഞു. ഇനി സീസൺ 8-നകത്ത് ഞങ്ങളെപ്പോലത്തുള്ള ആൾക്കാർ കയറിപ്പോയിട്ട് കപ്പും തൂക്കി വരുന്നത് മോള് അവിടെ ഇരുന്നിട്ട് കണ്ട് എങ്ങനെ സ്ട്രാറ്റജി കളിക്കേണ്ടത്, എങ്ങനെ ഗെയിം കളിക്കണമെന്ന് കണ്ട് മനസ്സിലാക്കുക. പിന്നെ ഏതെങ്കിലും ഒരു അൾട്ടിമേറ്റ് എങ്ങാനും വരുന്ന സമയത്ത് കയറിപ്പോയി വല്ല കപ്പിനുള്ള വല്ല സ്കോപ്പ് എങ്ങാനും ഉണ്ടോ എന്ന് നോക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ. കരഞ്ഞു വിഴുകുന്നവർ കരഞ്ഞുകൊണ്ടേ ഇരിക്കും. ഇനി ഒരുപാട് പേര് കഴിയാനിരിക്കുന്ന രംഗത്ത് വരാൻ കിടപ്പുണ്ടെന്ന് തോന്നുന്നു. അപ്പം എന്തായാലും നിങ്ങളെല്ലാവരെയും അഭിപ്രായം കമൻറ്റ് ചെയ്യുക, അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക.